തിരുവനന്തപുരത്ത് ആഴിമല വർക്കല ബീച്ചുകൾ അപകടക്കെണിയൊരുക്കിയാണ് അവിടെ എത്തുന്ന വിനോദസഞ്ചാരികളെ കാത്തിരിക്കുന്നത്. ശരിയായ മുന്നറിയിപ്പ് സംവിധാനങ്ങളും പോലീസ് സേവനങ്ങളും ഉറപ്പുവരുത്താതെയാണ് ഈ ബീച്ചുകളിൽ പ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അപകട മരണങ്ങൾ ഇവിടെ വർദ്ധിക്കുവാനും കാരണം. പാറക്കെട്ടിൽ നിന്ന് കടലിലേക്ക് വീഴുന്നവരുടെ രക്ഷാപ്രവർത്തനവും കാര്യക്ഷമമല്ലെന്നാണ് ആക്ഷേപം. വേനലവധിയായതോടെ ആഴിമല വർക്കല ബീച്ചുകളിലേക്ക് സന്ദർശകർ ഒഴുകിയെത്തുന്നുണ്ട്. ആഴിമല ക്ഷേത്രത്തിന് താഴെയുള്ള പാറക്കെട്ടും വർക്കല കടലോരവും അപകടത്തുരുത്താണ്. ഒരാഴ്ചക്കിടെ ആഴിമലയിലും വർക്കല ക്ലിഫിലും കടലിൽ വീണ് 2 പേർ മരിച്ചിരുന്നു. 2024 18 പേരും 2025 32 പേരും 2026 ഇതുവരെ 6 പേരും വർക്കലയിൽ മാത്രം കടലിൽ വീണ് മരിച്ചിരുന്നു. ആഴിമലയിൽ 3 മാസത്തിനിടെ 3 പേരാണ് പാറക്കെട്ടിൽ നിന്ന് കടലിലേക്ക് വീണ് മരിച്ചത്. മരിച്ചവരിൽ അധികം പേരും മുന്നറിയിപ്പ് അവഗണിച്ച് അപകട മേഖലയിൽ ഇറങ്ങിയവരായിരുന്നു. അത് ഇഷ്ടംപോലെ മരണം ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഈ വരുന്ന ആൾക്കാർ അതൊന്നും വഹിക്കില്ല. ഇവിടെ തന്നെ ഈ ഓട്ടോ സ്റ്റാൻഡിലെ ജീവനക്കാരെല്ലാം അവരോട് പറയാറുണ്ട്, ഇവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികൾ പറയാറുണ്ട്. പക്ഷേ അപ്പുറത്തൊരു വഴിയുണ്ട്, അതിൽ അവർ വരും. ഫലപ്രദമായ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ബീച്ചുകളിലില്ല. പോലീസിൻ്റെ സേവനവും കാര്യക്ഷമമല്ലെന്നാണ് പരാതി. പോലീസ് എയ്ഡ് പോസ്റ്റ് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷേ അതൊരു പെർമനൻ്റ് ആയിട്ട് ഇവിടെ ഇപ്പം ഇല്ല. അപകട മേഖലയിൽ ആളുകൾ ഇറങ്ങുന്നത് തടയാൻ പര്യാപ്തമായ സംവിധാനമാണ് ഒരുക്കേണ്ടത്. ഇവിടുത്തെ കടലിൻ്റെ പ്രത്യേകത, കടലിൻ്റെ തിരമാല ചുറ്റിയടിച്ചാണ് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത്. അതോടൊപ്പം സെൽഫി എടുക്കുവാനായിട്ടാണ് കൂടുതൽ ആൾക്കാരും എത്തപ്പെടുന്നത്. ഇവിടുത്തെ പാറപ്രദേശം വഴുവഴുപ്പുള്ള പാറക്കെട്ടുകളാണ്. അപകട മേഖലയോട് ചേർന്ന് പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. യഥാസമയം രക്ഷാപ്രവർത്തനം നടത്താനുള്ള സംവിധാനം സജ്ജമാക്കേണ്ടത് അനിവാര്യമാണ്. പോലീസ് പട്രോൾ കാര്യക്ഷമമാക്കുകയാണ് പ്രതിവിധി. അപകട മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് പാറക്കെട്ടിലേക്ക് കയറുന്നവരാണ് മരണത്തിലേക്ക് എടുത്തു ചാടുന്നത്. കൃത്യമായ ഒരു മാർഗനിർദ്ദേശം ഇവിടെ ഇല്ല എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ അപകടത്തുരുത്തിലേക്ക് പോകുന്നവരെ കർശനമായി വിലക്കാനും തടയാനുമുള്ള ഒരു സംവിധാനമാണ് അനിവാര്യമായി ഏർപ്പെടുത്തേണ്ടത്. ക്യാമറാമാൻ സിറിലിനൊപ്പം എസ് വിനേഷ് കുമാർ, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.